ട്രാൻസ്പോർട്ടേഷൻ ഇത്രയും കാശ് മുടക്കി ഞാൻ വാങ്ങിച്ച സംഭവം എന്താണെന്ന് കാണാം. അതിന് മുന്നേ ഡെലിവറി വന്നിട്ടുണ്ട്, അത് പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓട്ടോയ്ക്ക് പോകാനാണ് പ്ലാൻ. കാരണം മടിവാള വരെ പോകണം. വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതിലും ബെറ്റർ ഞാൻ ഓട്ടോയ്ക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഓട്ടോ ബുക്ക് ചെയ്ത് പോവാം. നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ നിന്നാണ് സംഭവം വരുന്നത്. രാവിലെ 7 മണിക്ക് എത്തേണ്ടതാണ്, പക്ഷേ ഡിലേ ആയി. ആദ്യമായിട്ട് ഞാനൊരു സംഭവം ട്രാൻസ്പോർട്ട് ചെയ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ബസ് ആക്സിഡൻ്റായിട്ട് അവിടെ എവിടെയോ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. രാവിലെ ഓട്ടോ കാശും മുടക്കി അങ്ങ് വരെ പോയിട്ട് ഒന്നും കിട്ടിയില്ല. രാത്രിയിൽ പിന്നെ ഇറങ്ങിയേക്കുവാണ്. മോൻ ഉറങ്ങിപ്പോയി പകുതി വഴിയായപ്പോഴത്തേക്ക്. സംഭവത്തിനെ കിട്ടി. ഇനി വീട്ടിൽ പോയിട്ട് കാണിക്കാം. നമ്മുടെ പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. അവസാനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ORS ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും നേരം വെള്ളമൊന്നും ഇല്ലാണ്ടിരുന്നതല്ലേ, അപ്പോൾ കുറച്ച് ORS ഒക്കെ കൊടുക്കാം. കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കിട്ടട്ടെ, വെള്ളത്തിൽ ആഡ് ചെയ്യുവാണ്. നമ്മുടെ സ്വന്തം കുഞ്ഞൻ കിളികൾ. എൻ്റെ ബേർഡ്സിനെ വെക്കാൻ തുടങ്ങിയപ്പോൾ മുതലത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഫിഞ്ചസിനെ വാങ്ങിക്കണമെന്ന്. പക്ഷേ ഇതിനെ ടേക്ക് കെയർ ചെയ്യാനും ഒന്നും എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കാണ്ടിരുന്നതാണ്. സംഭവം ഇവർ തൃശ്ശൂരുകാരാണ്. ജീത്ത് ഫിഞ്ചസ് ഫാമിൽ നിന്നാണ്, ശ്രീജിത്ത് എന്നാണ് അതിൻ്റെ ഓണറിൻ്റെ പേര്. ഇത് എനിക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് തന്നത് സജീവ് എക്സോട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയാണ്. ബാംഗ്ലൂരുള്ളവരാണ് അവർ. 2 ആൾക്കാരുടെയും കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷനും ബേർഡ്സ് വേണമെന്നൊക്കെ പറയാം. അവർക്ക് അതിൻ്റേതായ ജാടയുണ്ട്. കണ്ടായിരിക്കുന്നത് എല്ലാത്തിനും ജാടയല്ലേ, എന്തോരം സൗന്ദര്യമായില്ലയോ. അപ്പോൾ പിന്നെ ഇവരെ ഇനി നമുക്ക് നമ്മുടെ ഏവിയറിയിൽ എന്നും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.